അവരുടെ വീട്ടിലേക്കാ പോകുന്നത് എന്തായാലും. രണ്ടുപേരും ഒരേപോലെ നിൽക്കുന്ന, ഒരാള് സെന്റിമെന്റ്സ് ആണെങ്കിൽ ഒരാൾ വേറെ ലെവലാണ്. എന്തോ 5 സ്റ്റാർ കൊടുക്കും, 5 സ്റ്റാർ കൊടുക്കും. നല്ല മൂവിയാണ്. അടിപൊളിയായിരുന്നു. നല്ല നല്ല കോംബോ ആണ്, കണ്ടിരിക്കാം. അടിപൊളിയാണ്. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കണ ഇതാണ്. കൊള്ളായിരുന്നു. നല്ല മൂമെന്റ്സ്, ഫ്രണ്ട്സിന്റെ ഒക്കെ കണ്ടിരിക്കാം. അടിപൊളി ഇതായിരുന്നു. രണ്ടുപേരും അടിപൊളി. അത്യാവശ്യം നല്ലോണം എല്ലാ സ്ഥലത്തും ഹ്യൂമറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, എല്ലാത്തിലും അവർ പറയണ ചില ഹ്യൂമറൊക്കെ നമുക്ക് ക്ലിക്ക് ആവും, കണക്ട് ആവും. അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും നല്ലോണം സെറ്റ് ആവും. എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അതേസമയം നല്ലോണം എന്റർടൈനിങ് ആയിട്ട് സിനിമയാണ്. താങ്ക് യു. സിനിമ എന്നുള്ള ആസ്പെക്റ്റിലും ഒന്നാമത് തങ്കത്തിന്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിയോളാണ് മലാക മുതല് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സിനിമ കഴിഞ്ഞിട്ടേ കുറച്ചു നേരം ഭയങ്കര ഇമോഷണൽ ആയി പോയി സംസാരിക്കും. പലരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകും. ഞാൻ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം രണ്ടുപേർക്ക് കിട്ടുക എന്ന് പറയരുതോ? ഇങ്ങനെ കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ചെയ്യുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. ഇത്രയും രണ്ട് ഭയങ്കര ജമ്മായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ. അതിലെനിക്ക് എൻ്റെ അടുത്ത കൂട്ടുകാരൻ സുരാജ് ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫിന്റെ ഒരു കഴിഞ്ഞൊരു ഗ്രാഫ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. തലവൻ കഴിഞ്ഞ് ലെവൽ ക്രോസ് കഴിഞ്ഞ് ഇത് അങ്ങനെ മൂന്ന് ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വെർസറ്റാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ആസിഫിനെ കണ്ടൊന്ന് കെട്ടിപ്പിടിക്കണം എന്ന് പറയുമ്പോൾ അവൻ പോയി.